തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടതിൽ എനിക്കൊരു കുറ്റബോധമില്ല. അവളുടെ സ്വന്തം വീടും അവളുടെ അച്ഛനെയും അമ്മയും അനിയത്തിമാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടിട്ട് നിന്നെ മാത്രം വിശ്വസിച്ച് നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക അവള്. അവൾക്ക് നീ കൊടുക്കുന്ന സമ്മാനമായിരിക്കുമല്ലേ ഇത്? ഈ കാരണം കൊണ്ടാ അന്ന് ഞാൻ ബാച്ചിലേഴ്സ് പാർട്ടിയിൽ വെച്ച് നീ ആരതിയെ നന്നായിട്ട് നോക്കില്ലെന്ന് ചോദിച്ചത്. വിവാഹം കഴിഞ്ഞ് 2 ദിവസമായപ്പോഴേക്കും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല വിക്കി. തെറ്റുണ്ടായിരിക്കും ചേട്ടാ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓവറായിട്ടായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അതിന് കാരണം ഒരു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഇന്നത്തെ ഒരു ദിവസം കമ്പനിക്ക് വലിയൊരു ലോസാണ് ഉണ്ടായിട്ടുള്ളത്. വിക്രാന്ത്, നമ്മുടെ കമ്പനിക്ക് ലാഭവും നഷ്ടവും ഒക്കെ വരാം, അതങ്ങനെയാണ്. ഞാൻ ഇന്ന് സക്സസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തോറ്റിട്ടില്ല എന്നല്ല. എത്രയോ കോൺഫറൻസിൽ ഞാൻ വളരെ സില്ലി ആയിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്റെ കയ്യിൽ വന്ന ഡീൽസൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. കാശ് ഇന്ന് വരും, നാളെ പോവും. അത് കഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മേല് നമുക്കെന്തെങ്കിലും അവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ സ്നേഹം തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ വിക്കി. ദേഷ്യം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല. സോറി ചേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ അത് ശരിയാക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം നന്നായിട്ടറിയാം. അത് മാത്രമല്ല, പറ്റിപ്പോയ തെറ്റ് നീ ശരിയാക്കണം. ആ തെറ്റ് പിന്നെ നീ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. നിനക്ക് ദേഷ്യം വന്നപ്പോ നീ അത് ആരതിയുടെ മേലെ തീർത്തു. പക്ഷെ അവൾക്കുണ്ടായ വേദനയും ഇറിറ്റേഷനും ഒക്കെ അവൾ ആരെ മേലെ തീർക്കാനാ? അവൾ ആ സങ്കടമൊക്കെ ആരോടാ പറയാ? സോറി ആരതി. സാരമില്ല വിക്കി, റൂമിൽ വന്ന് കിടന്നോളൂ. ചേട്ടാ, അതുപോലെ ഓഫീസിൽ ഞാനും അളിയനും തമ്മിലുണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ റൗഡി കൊച്ച് ക്ലിയർ ചെയ്തായിരുന്നു. ഇവിടെ ഇപ്പോ ഞാനും ആദ്യം തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നീ ക്ലിയർ ചെയ്തു. ആക്ച്വലി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മേഡ് ഫോർ ഈച്ച് അതർ ആണ്. ഗുഡ് നൈറ്റ്. അമ്മേ, അമ്മ പിസ്സ കഴിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞത് അത് സത്യമാണോ? എന്താണ് മോനെ? അതമ്മേ, പിസ്സ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന്. അതെന്താ? എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ, അതിൽ കുറച്ച് കനം പരത്തി അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിയും കൂടെ അങ്ങോട്ട് ഇട്ടാ മതി, എല്ലാം റെഡിയാവും. ശരിക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ആ രുചി ഇനി വന്നില്ലെങ്കിലോ? അതുപോലെ തന്നെ ആവുന്നല്ല മോനെ. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, രുചിയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിന്റെ വിലയുണ്ടല്ലോ കുറച്ച് കുറവായിരിക്കും അല്ലേ? ഒരു പ്ലേറ്റ് വണ്ണമുള്ള പലഹാരത്തിന് 400 രൂപയാ.
നമ്മളെ കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അത് ശരിയാ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടാക്കാൻ ഓവനൊക്കെ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ പറഞ്ഞ പോലൊക്കെ ഉണ്ടാക്കാനേ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ മതി. പാത്രത്തിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ പൊള്ളിച്ചു വരുമോ? അവരതിൽ സോഡ ചേർക്കും മോനെ. എന്നെ കൊണ്ടതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുണ്ടാക്കുന്ന പലഹാരങ്ങളിലെ ഒരു ശകലം പോലും സോഡ ഞാൻ ചേർക്കില്ല. അതും ശരിയാമ്മേ. അത് പിന്നെ നമ്മുടെ അമ്മു സോസ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി ചട്നിയല്ലേ, അതിന്റെ സ്വാദല്ലേ? ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു. കണ്ണാ, നമ്മള് കേരളക്കാർക്കേ നാവിന് കുറച്ച് രുചി കൂടുതലാ. അതില് കുറച്ച് ഉപ്പും പുളിയും എരിവും കുറച്ച് ശർക്കരയും കൂടെ ചേർത്താലേ എന്തു രുചിയായിരിക്കുന്നറിയോ? 400 രൂപ പോയിട്ടേ 40 രൂപ പോലും അതിനാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നേ. നിന്റെ അങ്കിളിനോട് എങ്ങനെ പറയാൻ ഈ കാര്യം? 800 രൂപ എനിക്ക് തന്നിരുന്നെങ്കിലേ ആ പലിശക്കാരന്റെ കടമെങ്കിലും വീട്ടായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. പിന്നെ ഇവനിതെവിടെ പോയി? ആദ്യ ഈ പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയില്ലേ, അത് 100% സത്യ. നീ ഇപ്പൊ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ആ കവിള് ചുവന്ന് തൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ സോപ്പ് ഇടുന്നതും സൂയിപ്പിക്കുന്നതും എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം. വാ കിടക്കാം. അല്ലാദ്യ അല്ലയോ ഇല്ല ഇല്ലയോ ഇല്ല. കള്ളപ്പൂച്ച എത്ര കള്ളനാണെന്ന് ഞാൻ ഇനി പുതുതായിട്ട് പഠിപ്പിക്കണോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാനെപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നതാണോ നീ പറയുന്നേ? ചുറ്റിലും ആൾക്കാരുള്ളപ്പോഴൊന്നും എന്നോട് ഇത് പറയല്ലേ, ഞാൻ കാല് പിടിക്കാം. കാല് പിടിക്കും എത്ര കാല്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്താ പഴയ കാലത്ത് സീരിയലോ? നമ്മുടെ ചുറ്റും CCTV ക്യാമറയുണ്ടോ ഇത്ര ആൾക്കാർ കാണാൻ നമ്മളെ? നിന്നോട് സംസാരിച്ച് ജയിക്കാൻ എനിക്ക് പറ്റില്ല. ഈ സിദ്ധാർത്ഥ വിചാരിച്ച മഹാനായ അലക്സാണ്ടറെ പോലെ ലോകം ഞാൻ പിടിച്ചടക്കും. പക്ഷെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ മാത്രം ഒന്നും നടക്കില്ല. ഇങ്ങനെ പുളു അടിക്കാൻ മാത്രം നിങ്ങൾക്ക് ഒരു കുറവുമില്ല അല്ലേ? ഭാര്യ ഒന്ന് പുകഴ്ത്താനും പാടില്ല, പുകഴ്ത്താതിരിക്കാനും പാടില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നായിരുന്നു, അപ്പോഴേക്കും നിങ്ങൾ റൂട്ട് മാറ്റി. പറഞ്ഞ മോളെ, എന്റെ ഭാര്യക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാന്നേ. ഇനിയിപ്പോ അത് ഓർത്ത് വിഷമിച്ചിരിക്കണ്ട. പറഞ്ഞോ. ഇന്ന് അമൂല്യ ഏട്ടന് വേണ്ടി മുഴുവനും പൈസ കൊടുത്തു എന്ന് കേട്ടപ്പോ എനിക്ക് എത്ര സന്തോഷായിന്നറിയോ? ഞാൻ ഒരുപാട് ഇമോഷണലായി. അതാണ് എന്റെ അനിയത്തി. നിനക്ക് ഇത്രയ്ക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നിന്റെ ഏട്ടൻ എത്ര ഫീൽ ആയിട്ടുണ്ടാവും? അവൻ അതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതൊരു സ്പെഷ്യൽ കേസാ. അതൊക്കെ ഇന്നലെ വരെ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് വേദാന്ത് അമ്മു അമ്മു എന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്നിരിക്കും. വാവ്, അങ്ങനെ സംഭവിച്ച ഞാനും ആരോഗ്യയെ പോലെ 101 തേങ്ങ ഉടയ്ക്കുന്ന ഒരു സംശയമില്ല. നീ തേങ്ങ ഉടച്ചോ, എന്റെ കവിളിന്ന് വിടോ. ഓ സോറി. എഴുന്നേറ്റ് പോടുന്ന്. ഒരു മൂട തരട്ടെ. പോയിക്കോ, മര്യാദക്ക് പോവാനാ പറഞ്ഞേ. നീ എന്തിനാ ആദ്യം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? പോയോന്ന്. പോകാനാണോ പറഞ്ഞത്? അതങ്ങ് മലയാളത്തിൽ പറഞ്ഞാ പോരെ എന്റെ ചക്കര കുട്ടി. ഒന്ന് പോകുന്നുണ്ടോ? ഒരു യോഗമില്ലാത്തോനാ ഞാൻ. ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് ആർക്കാ പെരുമാറാൻ പറ്റുക? എനിക്കൊരിക്കലും പറ്റില്ല. അമ്മൂലിക്ക് മാത്രമേ പറ്റൂ. ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് മാത്രമല്ല, അവളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൾ ആ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത്. ഷീസ് വെരി കൈൻഡ്. പാവം കുട്ടി. ആ പൈസ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കണം. ഇന്ന് ആ സമയത്ത് അവൾക്കല്ലാതെ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. എന്റെ ഇമേജ് പോവാതെ സഹായിച്ചതിന് ഞാൻ അവളെ കൈയെടുത്ത് കൂപ്പിയാലും മതിയാവില്ല. ഇത്ര നേരമായിട്ട് ഉറങ്ങാതെ ഞാൻ അവളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവോ ഈശ്വര? ഇപ്പൊ വിളിച്ച അവള് ഫോൺ എടുത്ത് റൗഡി ബേബിയാന്നൊക്കെ പറയും. പക്ഷെ എനിക്കിഷ്ടമാണ്. ഫോൺ വിളിച്ചു നോക്കാം. ഈ കലണ്ടർ ഉണ്ടാക്കിയത് ആരാണോ? ആഴ്ചയിൽ ഒരു സൺഡേ മാത്രം അതിലുള്ളൂ.
അതിന്റെ ഇടയ്ക്ക് ഈ അലാറം ഒന്നും മിണ്ടാതിരിക്കാവോ? ഡിസ്കസ്റ്റിംഗ് വുമൻ. എന്റെ കോള് കട്ട് ചെയ്യാനായോള്. ഓ, ഈ അലാറം ഓഫ് ആവുന്നില്ല. എനിക്കിടെ മര്യാദക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എടുക്ക് ഒരുങ്ങ്. ഈ അലാറം ഒന്ന് ഓഫ് ചെയ്യാവോ? എടി മുതുക്കി, നീ പിന്നെ മണ്ടിയാവുകയാണല്ലോ. ഇത് അലാറം അല്ല, വേദനേട്ടന്റെ കോളാ. നമുക്ക് ഇഷ്ടമുള്ള നമ്പറിനെങ്കിലും വേറെ റിംഗ് ടോൺ വെക്കണമെന്നുള്ള ബോധം പോലും ഇല്ലേ നിനക്ക്? എന്ത് ഈ സമയത്തോ? ഇങ്ങ് തന്നെ. ഹലോ ഹലോ, നിന്റെ വോയിസിനകത്ത് എത്ര ക്ഷീണം? എന്താ ഫോൺ എടുത്തത് ലേഡി അമിതാഭ് ബച്ചനാണെന്ന് സംശയമായോ? എന്റെ ബേസ് വോയിസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബേസ് ആണത്ര ബേസ്. അസുഖമൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എന്തിനാ വിളിച്ചെന്ന് വെച്ചാ അതങ്ങ് പറ. എന്തേലും തറുതല പറയുന്ന ആലോചിച്ചപ്പോ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അവിടെ ഉണ്ടോ അതോ പോയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ട്, അതിനാ ഞാൻ വിളിച്ചത്. എന്താന്ന് വെച്ചാ പറ. ഞാൻ കുറെ ദിവസമായിട്ട് കൺഫ്യൂഷനില്ല. ആക്ച്വലി ഇങ്ങനെയൊന്നും എനിക്ക് മുൻപ് ഉണ്ടായിട്ടേ ഇല്ല. അതിന്റെ ആൻസറും എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ? നീ അതിന്റെ ആൻസർ പറഞ്ഞാ മതി. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ഇതിന് വേറെ ആർക്കും ഒരു സൊല്യൂഷൻ തരാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ടാ ഈ പാതിരാത്രി നിന്നെ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. ചിലപ്പോ എന്റെ അമ്മയ്ക്ക് അറിയായിരിക്കും. വാട്ട്? നിന്റെ അമ്മയ്ക്കോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ പരിഹാരം എനിക്കറിയില്ല. ഒന്ന് സമാധാനിക്ക്. ഇതിനുള്ള പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. നിക്ക്. അമ്മ അടുക്കളയിൽ എന്ത് ജോലിയില്ല. നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. അമ്മ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. വേഗം എല്ലാം മാറിക്കിട്ടും. അമ്മേ അമ്മേ. എടി കഴുതേ, അവരെയൊക്കെ എന്തിനാ വിളിക്കുന്നേ? പ്രോബ്ലം എന്റെ ശരീരത്തിനല്ല, എന്റെ മനസ്സിന്. എന്ത് മനസ്സിനാണോ? ഛേ, ഇത്രയും ചെറിയ പ്രായത്തില് ഈ അസുഖമൊക്കെ വന്നോ? അതും വേദാന്ത് മേനോന്റെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാ അത് കഷ്ടമാണല്ലോ. നീ ചുമ്മാ തോന്നിവാസം വിളിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ കോൾ കട്ട് ചെയ്ത് പോവും. സോറി, അത് ഉറക്കത്തിന്റെ മൂഡിലല്ലായിരുന്നോ? അതുകൊണ്ട് ബോധമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. ഇനി പ്രശ്നം എന്താന്ന് പറ. നോ, പ്രോബ്ലം ഒന്നും എനിക്കിപ്പോ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അയ്യോ, ബൈക്ക് റിപ്പയർ ആണെന്ന് പറഞ്ഞു വന്നിട്ട് മെക്കാനിക്ക് സ്പാനർ കൊണ്ട് വന്നപ്പോ ബൈക്കും എടുത്തോണ്ട് പോയതുപോലെ ആയല്ലോ. നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എല്ലാം എപ്പോഴും തമാശയാണല്ലോ. ഞാൻ കോൾ കട്ട് ചെയ്യാൻ പോവാ. വേണ്ട. നിക്ക്, നമുക്ക് സംസാരിക്കാം. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ആകുന്ന തോന്നേ. ശരി, പറയൂ. വെരി സിമ്പിൾ. ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ദൈവം ആൻസർ തരുവോ? ഇതിൽ എന്റെ ദൈവം നിന്റെ ദൈവം അങ്ങനെയൊന്നും ഇല്ല മോനെ. എല്ലാവർക്കും ദൈവമുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാത്തിനുമുള്ള ഉത്തരം അവൻ അറിയാവുന്നത് കൊണ്ടാണ് എല്ലാരും അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അമൂല്യോ വേദാന്തോ ഒക്കെ പോലെ തന്നെ ആയേനെ. പക്ഷെ ഞാൻ ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. ഇൻഫാക്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ സംശയമാണ്. അതെന്താ അങ്ങനെ? അറിയില്ല. ഞാനും ദൈവം അത്ര ക്ലോസ് അല്ല. ക്ലോസ് അല്ലെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നീ ഞാനും ക്ലോസ് അല്ലെങ്കിലും നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? വാട്ട്? നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ആ, വിശ്വസിച്ചു. പക്ഷെ അതിനെന്താ? എല്ലാത്തിലും വിശ്വാസം എന്നുള്ളതാ ഏറ്റവും വലുത്. നീ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാ ഞാൻ നിന്റെ കയ്യിൽ എന്റെ ദൈവത്തിന്റെ ചരട് കെട്ടിയത്. നീ ആ കയ്യെ കെട്ടിക്കുന്ന ചരട് നോക്കി അങ്ങ് പ്രാർത്ഥിക്ക്. എന്റെ ദൈവം എന്തായാലും അതിന് ഉത്തരം പറഞ്ഞു തരും. ശരി. ലൂസ് ഒന്നും പറഞ്ഞാലും കേക്കില്ല. അല്ല,
പ്രശ്നം പറയാനായിട്ട് ഞാൻ തന്നെ വേണം. അതിനുള്ള സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ വെറും കറിവേപ്പില്ല. അല്ല, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ, ഒരു മര്യാദയ്ക്ക്. അതുപോലും പറഞ്ഞില്ല. ഒരു മര്യാദ ഇല്ലാത്തവൻ. എന്റെ ഉറക്കവും കളഞ്ഞു. നിനക്കെന്താ വട്ടുണ്ടോ? എന്തിനാ പാട്ട് ഓഫ് ചെയ്തേ? ഞാൻ ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ? വട്ടാണോന്ന് ഞാനല്ലേ ചോദിക്കണ്ടേ? രാവിലെ തന്നെ പാട്ടും വെച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്നെ ചീത്ത പറയുന്നു. ഹലോ, ഞാൻ നിന്റെ ഫോൺ എടുത്തോണ്ട് വന്നാണോ പാട്ട് വെച്ചത്? എന്റെ മൊബൈല് എന്റെ ഇഷ്ടം. നിനക്കെന്താ പ്രശ്നം? വീട്ടിലെല്ലാരും ഉറങ്ങുമായിരിക്കും എന്നുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? ഓ, ബിൽഡപ്പ് രാജാവ്. ഞാൻ കോളേജ് ഇല്ലാത്ത സമയത്തെ വെറുതെ ഇരിക്കില്ല. പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നവരെ കണ്ട നിന്നെ പോലുള്ള മടിയന്മാർക്ക് കണ്ണുകടിയാ. എന്തൊരു കഷ്ടമായത്. എന്താണാവോ നിങ്ങൾ ചെയ്യുന്ന ആ മഹത്തായ കാര്യം? ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പോവാ. അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലേ? അത് രാവിലെ ചെയ്താലും മതിയാവുമല്ലോ. ഇതെന്താ പാതിരാത്രിയാണോ? കണ്ണു തുറന്ന് ക്ലോക്കിലോട്ട് നോക്ക്. ഇപ്പൊ 7 മണി ആയിട്ടേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ കുറച്ച് ലേറ്റ് ആയി എണീക്കുന്നത്. അതിന് ഞാനെന്ത് വേണമെന്നാ? നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. പറ്റില്ലൊന്ന് പോയേ. അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഇപ്പൊ ശരിയാക്കാം. ഇനി എങ്ങനെ സോങ് പ്ലേ ചെയ്യും? എടാ കാട്ടുപോത്തെ. അമ്മാ, അമ്മേ. ഓ, സ്പെഷ്യലായിട്ട് നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുകയാണല്ലേ ആരതി. നീ വന്നേ പിന്നെ എനിക്ക് പണ്ട് കാലത്തെ നല്ല ഭക്ഷണങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ആണോ മുത്തശ്ശി? മുത്തശ്ശിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. ആ, ഇന്ന് രാത്രി കുത്തിയിരുന്ന് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരാം. ശരി മുത്തശ്ശി. അല്ല, സിദ്ധാർത്ഥ മിക്ക എവിടെ?